ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ഗൗരവമായ പ്രശ്നം എന്ന് പറയുന്നത് സർജിക്കൽ സ്ട്രൈക്കൊക്കെ നടത്തിയതിന് ശേഷം നമ്മൾ എപ്പോഴും ഉയർത്തിപ്പിടിക്കാറില്ല ഇന്ത്യയുടെ പരമാധികാരം. ആ പരമാധികാരത്തിന് എന്ത് സംഭവിച്ചു? 2023 എം നരവനെ നടത്തിയ ഒരു ട്വീറ്റാണ്. ആ ട്വീറ്റിൽ എൻ്റെ പുസ്തകം നിങ്ങൾക്ക് ഇവിടേക്ക് ലഭ്യമാണ്, നിങ്ങളത് വായിക്കുമെന്ന് കരുതുന്നു, സന്തോഷം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ട്വീറ്റ്. പ്രതിപക്ഷം ഒരു വിജയം നേടിയിരിക്കുന്നു. പ്രതിപക്ഷത്തിന് ധാർമ്മികമായ വിജയം പ്രതിപക്ഷം നേടിയിരിക്കുന്നു. രാഹുൽ ഗാന്ധി ഒരു ധാർമ്മികമായ വിജയം നേടിയിരിക്കുന്നു. സർക്കാർ പ്രതിരോധത്തിലാണ്. ഇൻസൈറ്റിലേക്ക് സ്വാഗതം. രാജ്യത്തെ ഒരു പുസ്തകം പിടിച്ചുലച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയും ഈ ആഴ്ചയുമൊക്കെ പാർലമെൻറ്റിൽ വലിയ വിവാദങ്ങൾ സൃഷ്ടിച്ചത് മുൻ കരസേനാ മേധാവിയായ ജനറൽ എം നരവനെ എഴുതിയ 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്ന പുസ്തകമാണ്. പെൻഗ്വിൻ ബുക്സ് പ്രസിദ്ധീകരിച്ചുവെന്നും പ്രസിദ്ധീകരിച്ചില്ല എന്നും പറയുന്ന ആ പുസ്തകമാണ് ഇപ്പോൾ രാജ്യത്തെ പിടിച്ചുലച്ചുകൊണ്ടിരിക്കുന്ന വലിയ സംഭവം. ഒരുപക്ഷെ ഇന്നിപ്പോൾ ലോക്സഭാ സ്പീക്കർക്കെതിരെയുള്ള അദ്ദേഹത്തെ അയോഗ്യനാക്കാനുള്ള ഒരു പ്രമേയം പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്നതിൽ വരെ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ഈ സംഭവം. എന്തുകൊണ്ടാണ് ഈ പുസ്തകം ഇത്രയും ചർച്ചയായിരിക്കുന്നത്? ഇപ്പോൾ ഡൽഹി പോലീസ് ഇതിൻ്റെ പേരിലൊരു കേസെടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. പബ്ലിഷ് ചെയ്യാത്തൊരു പുസ്തകം പ്രചരിപ്പിക്കുന്നതിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ടായെന്നാണ് അവർ പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കാനുള്ള നീക്കമാണ് ഡൽഹി പോലീസ് നടത്തിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ പുസ്തകവുമായി ബന്ധപ്പെട്ട പൊരുളെന്താണ്? എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഇതുമായി ബന്ധപ്പെട്ട് പാർലമെൻറ്റിൽ സംസാരിക്കാൻ പോലും അനുവദിക്കാതിരുന്നത്? ഇതൊരു ജനാധിപത്യ സ്വാതന്ത്ര്യത്തിൻ്റെ നിഷേധമായി മാറുന്നുണ്ടോ എന്ന വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. എന്നോടൊപ്പം ഈ വിഷയം ചർച്ച ചെയ്യാൻ ദാമോദർ പ്രസാദ് ഉണ്ട്. സാമൂഹ്യ നിരീക്ഷകനും എഴുത്തുകാരനുമായ ദാമോദർ പ്രസാദ്, സ്വാഗതം. ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ തന്നെ വലിയ വിവാദങ്ങളാണ് ഈ നരവനെയുടെ പുസ്തകവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്ന് പറയുന്ന മുൻ കരസേനാ മേധാവിയായിരുന്ന എം നരവനെയുടെ ആത്മകഥയാണ്. അപ്പോൾ അതിലെ ഒരു ഭാഗമാണ് വലിയ വിവാദമുണ്ടാക്കിയത്. ആ പുസ്തകം പ്രസിദ്ധീകരിച്ചുവെന്നും പ്രസിദ്ധീകരിച്ചില്ല എന്നുമുള്ള വിവാദങ്ങളൊക്കെ തന്നെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ആ സംഭവം തുടങ്ങുന്നത് കാരവൻ മാസികയിൽ പ്രസിദ്ധീകരിച്ച ഒരു ഭാഗം പാർലമെൻറ്റിൽ രാഹുൽ ഗാന്ധി എടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് 2020 നടന്ന ഇന്ത്യയും ചൈനയും തമ്മിലുള്ള സംഘർഷത്തിനിടയിൽ ഗാൽവാൻ താഴ്വരയിലേക്ക് ചൈനയുടെ സൈനിക സന്നാഹങ്ങൾ എത്തിയപ്പോൾ എന്തു ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയായ രാജ്നാഥ് സിംഗ് ഒരു മറുപടിയും നൽകില്ല. നിങ്ങൾക്ക് ഉചിതമായി കാര്യങ്ങൾ ചെയ്യാം എന്ന നിരുത്തരവാദപരമായൊരു മറുപടിയാണ് നൽകിയതെന്ന പരാമർശമാണ് ഇപ്പോൾ വലിയ വിവാദമായി മാറിയിരിക്കുന്നത്. ഈ വിവാദത്തെക്കുറിച്ച് എന്താണ് തോന്നുന്നത്? ഈ വിവാദത്തിൽ 2-3 കാര്യങ്ങൾ ഇപ്പോൾ അതിനകത്ത് അന്തർലീനമായി വന്നിട്ടുണ്ട്. അതിനന്തർഹിതമാണ് 3 കാര്യങ്ങൾ. ഒന്ന്, ഗൗരവമായിട്ട് പ്രതിരോധ വിഷയത്തിൽ ഇന്ത്യ സർക്കാർ എടുക്കുന്ന ഉത്തരവാദിത്തം എടുത്തിരുന്നു എന്നുള്ള കാര്യം ആണ് പ്രധാനമായിട്ട് പ്രതിപക്ഷ നേതാവ് ഉയർത്തിയത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ പാർലമെൻറ്റിനകത്ത് ഈ പ്രശ്നം ഉന്നയിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവിന് ഉന്നയിക്കാൻ അവസരം നൽകാതെ അത് അവസരം നിഷേധിക്കപ്പെട്ട ഒരു ജനാധിപത്യ വിരുദ്ധമായ പ്രക്രിയ. ഇപ്പോൾ സ്പീക്കറുടെ ഭാഗത്തുണ്ടായ ഇതിനെതിരെ പ്രതിപക്ഷം തന്നെ തൃണമൂൽ കോൺഗ്രസ് ഒഴിച്ച് ബാക്കി പ്രതിപക്ഷ സംഘടനകളൊക്കെ തന്നെ അദ്ദേഹത്തിനെതിരെ പ്രമേയം കൊണ്ടുവന്നിട്ടുണ്ട്, ഇംപീച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. മൂന്നാമതായിട്ട് വിഷയം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പുസ്തക പ്രസാധനവുമായി ബന്ധപ്പെട്ട അഭിപ്രായ സ്വാതന്ത്ര്യം, ആൾക്കാർക്ക് വായിക്കാനും മനസ്സിലാക്കാനുള്ള സ്വാതന്ത്ര്യത്തെ മേൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇടപെടലുകൾ, അത് മറ്റു മുമ്പുള്ള പല കാര്യങ്ങളായിട്ട് ബന്ധപ്പെടുത്തി കാണാം. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു വരുന്നത്. അതിൽ ആദ്യത്തെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുണ്ടെങ്കിൽ ചൈനയുമായിട്ട് ഈ ദോക്ലാമിലൊക്കെ തന്നെ അരുണാചൽ പ്രദേശ് ദോക്ലാമിലൊക്കെ തന്നെ ചൈന അധിനിവേശം നടത്തി അവിടെ പല സ്ഥലങ്ങളും കീഴടക്കിയിരിക്കുന്നു. അവരുടെ പല പ്രവർത്തനങ്ങളും അവിടെ ആരംഭിച്ചിരുന്നു. വളരെ മുമ്പ് തന്നെ രാഹുൽ ഗാന്ധി പ്രശ്നം ഉന്നയിക്കുന്നുണ്ട്. ഈ കാര്യത്തിൽ ഇന്ദിരാ ഗവൺമെൻറ് നരേന്ദ്രമോദി സർക്കാരിൻ്റെ സമീപനം ഒരു ഉത്തരവാദിത്തരഹിതമായ സമീപനമാണെന്ന് ഇപ്പോഴല്ല, വളരെ മുമ്പ് തന്നെ രാഹുൽ ഗാന്ധി പ്രശ്നം ഉന്നയിക്കുന്നുണ്ട്. അതിന് വേണ്ട പോലെ മറുപടി കൊടുത്തില്ല. രാഹുൽ ഗാന്ധി രാജ്യദ്രോഹിയാണ്, അല്ലെങ്കിൽ ആ നിലയിലൊക്കെ കുറേ അതുപോലെ അദ്ദേഹത്തിനെ അപമാനിക്കുകയോ അധിക്ഷേപിക്കുകയോ ചെയ്യുന്ന പ്രസ്ഥാനങ്ങളല്ലാതെ വസ്തുതാപരമായിട്ട് ദോക്ലാമിൽ നടന്ന കാര്യത്തിൽ അവിടെ ചൈനീസ് അധിനിവേശമുണ്ടോ, അതിലെന്താണ് നടന്നത്, എന്തൊക്കെ നടപടിയെടുത്തു എന്ന കാര്യത്തിൽ വിശദീകരണം കൃത്യമായി കിട്ടിയിട്ടില്ല. അപ്പോൾ അത്തരമൊരു അങ്ങനൊരു കാര്യം ഓൾറെഡി ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്, രാഹുൽ ഗാന്ധി മുമ്പ് ഉന്നയിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ളത് ലഡാക്കിൻ്റെ ഗാൽവാൻ പ്രദേശത്ത് ചൈനീസ് ടാങ്കും മറ്റും വന്നതാണ് ബന്ധപ്പെട്ട കാര്യമാണ്. ഒരു യുദ്ധസന്നാഹമായ അന്തരീക്ഷമാണ്. ആ സമയത്ത് തീർച്ചയായിട്ടും അന്നത്തെ ആർമി ജനറലായിരുന്നു നരവനെയാണ് ഈ കാര്യം പറഞ്ഞത്. അപ്പോൾ നിസ്സാരമല്ല അറിയാം, കാര്യം ആ ഒരു പ്രാദേശികം ഒരു എന്താ പറയുക ഏറ്റവും ഉയർതലങ്ങളിലേക്കാണ് അത് പോയിട്ടുള്ളത്. അപ്പോൾ ചെറിയ സംഘർഷമായിരുന്നില്ല, അത് വലിയ തോതിൽ മാറാവുന്ന സംഘർഷമായിരുന്നു. ആ സമയത്ത് ആണ് ജനറൽ പ്രതിരോധ മന്ത്രിയെ നമ്മൾ മനസ്സിലാക്കുന്ന കാരവാനിലാണ് അത് ആദ്യമായി വരുന്നത്.
ഇപ്പോൾ എന്തൊക്കെ തന്നെയാണെങ്കിലും ഇത് പെൻഗ്വിൻ പ്രസിദ്ധീകരിച്ചോ ഇല്ല എന്നുള്ള കാര്യം കാരവാനിൽ ഇതിൻ്റെ എക്സെപ്റ്റ് വന്നിട്ടുണ്ട്. അത് ഉത്തരവാദിത്തം ഉള്ളൊരു മാസികയാണ്. അവർ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കാറുള്ളൂ. പലവണ്ണം ക്രോസ് ചെക്ക് ചെയ്ത് കൊടുക്കുന്ന പ്രസിദ്ധീകരണം കാണാതെ. അപ്പോൾ ആ നിലയ്ക്ക് ഓൾറെഡി അവൈലബിൾ ആണ്, അച്ചടിയിലും ഡീറ്റെയിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് രാഹുൽ ഗാന്ധി കൊണ്ടുവരുന്നത്. പുസ്തകത്തിന് പ്രസിദ്ധീകരിച്ചോ ഇതിൻ്റെ പ്രസാരം എങ്ങനെയാണെന്നുള്ള കാര്യമൊക്കെ പിന്നീട് വരുന്നതാണ്. രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് നിലയ്ക്ക് പാർലമെൻറ്റിൽ പോകുന്ന കാരവാൻ്റെ വന്നിട്ടുള്ള ഭാഗങ്ങളായിട്ടാണ്. ആ ഭാഗത്തിൽ പറയുന്നൊരു കാര്യം, മനസ്സിലാക്കുന്ന നമ്മുടെ കാര്യം എന്ന് പറയുന്നത്, ഇങ്ങനെ നിർണായകമായ സംഘർഷഘട്ടത്തിൽ, ചൈനീസ് അധിനിവേശം നടക്കുന്ന ഘട്ടത്തിൽ ഒരു ഇന്ത്യ പോലെ സ്ഥലത്ത് പ്രതിരോധ മന്ത്രിയുടെയും പ്രധാനമന്ത്രിയുടെയും ഉത്തരവോട് തന്നെയാണ് ഇന്ത്യയിലെ കരസേന മേധാവിക്ക് പ്രവർത്തിക്കാനാവുള്ളൂ. കാര്യം രാഷ്ട്രീയ തീരുമാനങ്ങൾക്ക് വളരെ പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ്. മറ്റുപോലെ സൈന്യം ഒറ്റയ്ക്ക് തീരുമാനിക്കുന്ന സംവിധാനമല്ല. പാകിസ്ഥാനും മറ്റു സ്ഥലങ്ങളും പോലെ സൈന്യം ഒറ്റയ്ക്കിട്ട് തീരുമാനങ്ങളല്ല ഉള്ളത്. കാര്യം സൈന്യവും അത് 3 സൈന്യങ്ങളും, അത് കരസേന ആയിക്കോട്ടെ, വായുസേന ആയിക്കോട്ടെ, നാവി ആയിക്കോട്ടെ, ഭരണത്തിന് കീഴിലാണ്. അപ്പോൾ പ്രതിരോധ മന്ത്രിയുടെ വാക്കുകൾ കേട്ട് അതെന്താണ് ശ്രമിച്ചതിന് ശേഷം അതിൻ്റെ ആ ഉത്തരവാദിത്തത്തിൽ ഇവർക്ക് നീങ്ങാൻ പറ്റുള്ളൂ. അങ്ങനെ ഏറ്റവും നിർണായക ഘട്ടത്തിൽ സ്വാഭാവികമായിട്ടും ഒരു ജനാധിപത്യ രാജ്യത്തിൽ മിലിറ്ററി ജനറൽ അദ്ദേഹം പ്രധാനമന്ത്രിയെ വിളിക്കുകയാണ്. പ്രധാനമന്ത്രിയെ വിളിക്കുന്ന സമയത്ത് പ്രധാനമന്ത്രി പറയുന്നത് ഇങ്ങനെ ഏറ്റവും ഉചിതമായി നിങ്ങൾക്ക് ഉചിതമായത് എന്താണോ തോന്നുന്നത് അത് ചെയ്യാമോ. അതൊരു ശരിയായ ഒരു സമീപനമാണ്. ഗവൺമെൻറ് തീരുമാനമാണ് അവിടെ വേണ്ടത്. അതെ, ഗവൺമെൻറ് രാഷ്ട്രീയ തീരുമാനമാണ് വേണ്ടത്. കാര്യം രാഷ്ട്രീയ കാര്യം അന്താരാഷ്ട്ര ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ്. തീർച്ചയായും പ്രധാനമന്ത്രി ആലോചിച്ച് ഒരു പക്ഷേ നമുക്കറിയാവുന്ന കാര്യമാണെങ്കിൽ ഇത്തരം നിർണായക സന്ധികളെല്ലാം ജനങ്ങളോട് സംസാരിക്കുന്ന പ്രധാനമന്ത്രിയുള്ളത്. ആ ദിവസങ്ങളിൽ വന്ന് ജനങ്ങളോട് പാകിസ്ഥാൻ നമുക്കറിയാം, പാകിസ്ഥാനിന് ശേഷം ജനങ്ങളെ അഭിസംബോധന ചെയ്തു. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ നമ്മുടെ സൈനിക നടപടികളെക്കുറിച്ച്, സർജിക്കൽ സ്ട്രൈക്കിനെ കുറിക്കുന്ന സൈനിക നടപടികളെക്കുറിച്ചാണെങ്കിലും ജനങ്ങളോട് രാജ്യത്തിൻ്റെ പരമാധികാരത്തോട് സംസാരിക്കുന്ന പ്രധാനമന്ത്രിയാണ് നമുക്കുള്ളത്. അങ്ങനെ പ്രധാനമന്ത്രി നിലനിൽക്കുന്ന സമയത്ത് ഈ കാര്യത്തിൽ ചൈനയുടെ ഒരു അധിനിവേശം ഉണ്ടായെന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉചിതമായി തോന്നുന്നത് രാഷ്ട്രീയ തീരുമാനം, അത് ഉത്തരവാദിത്തരഹിതമായ തീരുമാനമാണ്. അപ്പോൾ എബ്ഡിക്കേറ്റിംഗ് റെസ്പോൺസിബിലിറ്റി എന്ന വാക്കാണ് നമ്മൾ ഇതിൽ കാണുന്നത്. അപ്പോൾ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആൾക്കാർ റെസ്പോൺസിബിലിറ്റി, നിനക്ക് രാഷ്ട്രീയം ഉത്തരവാദിത്തം ഉണ്ടാക്കിയത് കാര്യം പരമാധികാരത്തെക്കുറിച്ച് ഉത്തരവാദിത്തം വഹിക്കേണ്ട ഒരാളാണ്. ആ ഉത്തരവാദിത്തം വഹിക്കാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തോളൂ എന്ന് പറയുന്ന ഒരു ശരിയായ തീരുമാനമാണ്. അപ്പോൾ അതാണ് അതിൻ്റെ അകത്ത്. അതൊരു പ്രതിരോധ സംബന്ധിച്ചോ, ഇന്ത്യയുടെ പ്രതിരോധ സംബന്ധിച്ചോ വലിയ തോതിൽ ഒരിടത്ത് നമ്മളൊരു വാക്ക് ഉപയോഗിക്കണമെങ്കിൽ മനോവീര്യം കെടുത്തുന്നതാണ്. അത് സൈനികരെ മാത്രമല്ല രാജ്യജനങ്ങളുടെയും മനോവീര്യം കെടുത്തുന്നതാണ്. കാര്യം പ്രധാന പരമാധികാരം സംബന്ധിച്ചൊരു വാക്കാണത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ പ്രതിപക്ഷ നേതാവിന് ഇങ്ങനെ രാജ്യത്തിൻ്റെ പ്രതിരോധവുമായി ബന്ധപ്പെട്ട് ഒരു വന്ന വാർത്ത, അതായത് പ്രസിദ്ധീകരിച്ച വാർത്ത, അച്ചടിയിലും ഡീറ്റെയിൽ അവൈലബിളായ വാർത്ത, പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കേണ്ട പ്രതിപക്ഷത്തിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്തമാണ്. രാഷ്ട്രീയവും ധാർമ്മിക ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം ഏത് പ്രതിപക്ഷ നേതാവ്, അത് ആരധികാരത്തിലുള്ളതല്ല, അത് പ്രതിപക്ഷ നേതാവ് ഉത്തരവാദിത്തം, സർക്കാരിനെ അക്കൗണ്ടബിളാക്കുന്ന ഉത്തരവാദിത്തം പ്രതിപക്ഷത്തിനുണ്ട്. ഏത് വിഷയം, പ്രത്യേക പ്രതിരോധ കാര്യത്തിൽ അത് ഉന്നയിക്കാൻ ധാർമ്മികവും രാഷ്ട്രീയവും ബാധ്യത പ്രതിപക്ഷ നേതാവിനുണ്ട്. അതിന് മറുപടി പറയാനുള്ള ബാധ്യത സർക്കാരിന്. തീർച്ചയായും മറുപടി പറയാനും അതിന് തെറ്റുണ്ടെങ്കിൽ തിരുത്താനും അതിന് ശരിയുണ്ടെങ്കിൽ ശരിവെക്കാനും എന്ത് തന്നെയാണ് അത് പ്രതിപക്ഷ നേതാവിന് എങ്ങനെ ഉയർത്താനുള്ള ധാർമ്മിക ബാധ്യതയുണ്ടോ അതേ ധാർമ്മികവും രാഷ്ട്രീയവുമായ ബാധ്യത അതിന് മറുപടി എടുക്കാൻ കേന്ദ്ര സർക്കാരിനുണ്ട്. പകരം ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന പാർലമെൻറ്റ് ഈ പ്രശ്നം ഉന്നയിക്കാൻ സമ്മതിച്ചില്ല. ഈ പ്രശ്നം നിഷേധിക്കുകയാണ്. അതായത് ആ പ്രതിപക്ഷത്തിന് ഗൗരവമായൊരു രാജ്യത്തെ സംബന്ധിച്ച പരമാധികാരത്തെ സംബന്ധിച്ച് ചൈനീസ് ഒരു അധിനിവേശം സംബന്ധിച്ചൊരു ഗൗരവമായ വിഷയം ഉന്നയിക്കാൻ പാർലമെൻറ്റിൽ ബഹുമാനപ്പെട്ട സ്പീക്കർ ഓം ബിർള സമ്മതിക്കുന്നില്ല. അതെ, അതിന് 2 കാരണങ്ങളാണെന്ന് പറഞ്ഞത്. ഒന്ന്, പ്രസിദ്ധീകരിക്കാത്തൊരു പുസ്തകം പാർലമെൻറ്റിൽ അതിൻ്റെ ഉള്ളടക്കം പാർലമെൻറ്റിൽ ചർച്ച ചെയ്യുന്നത് പാർലമെൻ്ററി ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ്, അതുപോലെ തന്നെ ദേശ താല്പര്യങ്ങൾക്കും വിരുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയെ സംസാരിക്കുന്നതിൽ നിന്ന് തടഞ്ഞത്. അത് ഒരു തവണയല്ല, പല തവണ തടഞ്ഞ സമയത്താണ് അദ്ദേഹം ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടില്ല എന്ന് പറഞ്ഞതിന് മറുപടിയായിട്ടാണ് അദ്ദേഹം പുസ്തകത്തിൻ്റെ ഒരു കോപ്പിയുമായി പാർലമെൻറ്റിൻ്റെ മുന്നിലെത്തുന്നത്. പിന്നീട് പുസ്തകം പ്രസിദ്ധീകരിച്ചോ ഇല്ലയോ എന്നുള്ളതാണ് പിന്നീടുണ്ടായ വിവാദം. ആ 4 Stars of Destiny എന്ന പുസ്തകം രാഹുൽ ഗാന്ധി നമ്മളെല്ലാവരും കണ്ട പോലെ മറ്റ് പാർലമെൻറ്റ് അംഗങ്ങളോടൊപ്പം തന്നെ പ്രസിൻ്റെ മുമ്പാകെ, പത്രമാധ്യമങ്ങൾക്ക് മുമ്പാകെ രാഹുൽ ഗാന്ധി ഉയർത്തി കാണിച്ചു. അത് രാഹുൽ ഗാന്ധി ഒറ്റയ്ക്ക് അച്ചടിച്ചുണ്ടാക്കിയതാവണമെന്നില്ലല്ലോ. ഇനി അങ്ങനെ ഒറ്റയ്ക്ക് അച്ചടിച്ചുണ്ടാക്കുന്നതാണെങ്കിൽ അവർക്കത് മറുപടി അതുമായി ബന്ധപ്പെട്ട കാര്യം ചെയ്യാം. പക്ഷേ പാർലമെൻറ്റ് അപ്പോഴും ഈ സംവാദത്തിന് അവസരമായിരുന്നു. സർക്കാരിന് മേൽക്കൈ എന്നുള്ള അവസരം ഒന്നും ഉപയോഗിച്ചില്ല. പ്രതിപക്ഷ നേതാവ് വ്യാജമായൊരു വാർത്തയാണ് കൊണ്ടുവരുന്നതെങ്കിൽ, വ്യാജമായൊരു കാര്യമാണ് പാർലമെൻറ്റ് അവതരിപ്പിക്കണമെങ്കിൽ അതിന് ആ അവസരം സർക്കാരിന് ശരിക്കും ഉപയോഗിക്കാമായിരുന്നു. പ്രതിപക്ഷം ഇതാണ്, ഇന്ത്യയിലെ പ്രതിപക്ഷം രാജ്യത്തിൻ്റെ പരമാധികാരത്തെക്കുറിച്ച് വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്ന ആൾക്കാർ പറഞ്ഞത്. പക്ഷേ അത് തിരിച്ചടിക്കാനാണ് നോക്കിയത്. പാർലമെൻറ്റിൽ തന്നെ തുറന്നു കാണിക്കാമായിരുന്നു. അത് പ്രതിപക്ഷത്തിന് വലിയ തരത്തിൽ ക്ഷീണവുമായിരുന്നു. പക്ഷേ മറിച്ച് പ്രതിപക്ഷത്തിന് വലിയ ഗെയിനുണ്ടായത്. പ്രതിപക്ഷം ഒരു പരമാധികാര പ്രശ്നം ഉയർത്തുന്നത് തീർച്ചയായും ഗൗരവമായ വിഷയം, ഇന്ത്യയിലെ ജനങ്ങളെല്ലാവരും ബാധിക്കുന്ന വിഷയമാണ്. അതിൻ്റെ ഒരു ഒപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തൊരു ഗൗരവമായ വിഷയം എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധി കൊണ്ടുവരുന്ന പുസ്തകം അച്ചടിച്ചുള്ളപ്പോൾ തന്നെ ഇത് പ്രസിദ്ധീകരിച്ച കാരവാനിൽ പ്രസിദ്ധീകരിച്ചൊരു കാര്യമാണ്. ഈ പ്രധാനപ്പെട്ട ഭാഗം വന്നിട്ടുണ്ട്. അത് നമ്മൾ അച്ചടിച്ച് ഒരു മാസികയിൽ അച്ചടിച്ച് വരിക എന്നുള്ളത് മുമ്പും പാർലമെൻറ്റ് പലപ്പോഴും
ഈ പത്രങ്ങളിൽ വന്ന വാർത്തകളോ അതുപോലെ റിപ്പോർട്ടുകൾ തന്നെ പത്രത്തിൽ പാർലമെൻറ്റിൽ കൊണ്ടുവരാം എത്രയോ നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് മുമ്പ് കാണാൻ പറ്റും. കാരവാനെതിരെ എന്തെങ്കിലും നടപടി എടുത്തായിട്ട് നമുക്ക് അറിയില്ല. നടപടിയെടുത്താൽ കാണില്ല. അവർ കാരവാൻ ഉത്തരവാദിത്തോടെ പ്രസിദ്ധീകരിക്കുന്ന പ്രസിദ്ധീകരണമാണല്ലോ. അവർ ആത്മവിശ്വാസത്തോടെ പ്രസിദ്ധീകരിച്ചാൽ അവർ അവിടെ തന്നെ അവർക്കൊരു തിരുത്തലും കൊടുക്കേണ്ടി വന്നിട്ട് ഇതുവരെ. ഈ നിമിഷം അവർക്ക് തിരുത്തൽ കൊടുക്കുന്ന കാര്യം അവർ പൂർണ്ണമായ വിശ്വാസത്തെ പ്രസിദ്ധീകരിച്ചായിരിക്കും. അല്ല, അതൊക്കെ എടുക്കുമായിരിക്കാം. സ്വാഭാവികമായിട്ടും വായടപ്പിക്കുക എന്നുള്ള സർക്കാരിൻ്റെ നയം അനുസരിച്ച് അവർ കേസിൽ. പക്ഷേ അങ്ങനെ കീഴ്പ്പെടുന്നൊരു സ്ഥാപനമാണ് കാരവാൻ. ഇതുവരെ നമുക്ക് തോന്നിയിട്ടില്ല. കാരവാൻ എൻ്റെ ഉറച്ച നിലപാടിലുകൊണ്ടാണ് പ്രസിദ്ധീകരിച്ചത്. അല്ലെങ്കിൽ ഇത്ര ഗൗരവമായ വിഷയം പ്രസിദ്ധീകരിക്കാൻ അവർ 100 വട്ടം ആലോചിക്കും. നമ്മുടെ സാധാരണ ഇതിന് പല പ്രസിദ്ധീകരണങ്ങളും ഇത്തരം കാര്യങ്ങൾ കൊടുക്കാൻ വിമുഖത കാണിക്കുമ്പോൾ കാരവാൻ ധൈര്യസമേതം കാണിക്കുകയാണ് രാജ്യത്തെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട കാര്യമാണ്. മാത്രമല്ല ഇതുവരെ ഇത് എഴുതിയ ബഹുമാനപ്പെട്ട നാരവനെ ഈ എക്സെപ്ഷനും തള്ളി പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് അദ്ദേഹത്തിന് അറിവുണ്ടായിരുന്നു വളരെ വ്യക്തമാണ്. ഇതിൻ്റെ അകത്ത് ഈ എക്സെപ്റ്റ്സ് ഒന്നും അദ്ദേഹം കാണുന്നുള്ളൂ. ഈ കാര്യങ്ങളെല്ലാം അദ്ദേഹം അറിയുന്നത് പറയാൻ തുടക്കം തന്നെ പറയാൻ. പക്ഷെ അവർ പറഞ്ഞ പുസ്തകമല്ല പ്രശ്നം, ഓൾറെഡി പ്രസിദ്ധീകരിച്ചൊരു ഭാഗമാണ് ഇതിൻ്റെ അകത്ത്. ഈ പുസ്തകമായിട്ടാണോ അല്ലെങ്കിൽ കൂടി ഒരു ഭാഗം കാരവാനിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട്. അത് എല്ലാവർക്കും അവൈലബിൾ ആണ്. അത് ഇതുവരെ നിഷേധിക്കാനും തടയാനും പറ്റിയിട്ടില്ല. ഇത് ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഈ പുസ്തകം വിൽപ്പനയ്ക്ക് വെച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞത് ഈ പുസ്തകങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഈ പെൻഗ്വിൻ്റെ തന്നെ ഓൺലൈൻ ഷോപ്പിലും ഉണ്ടായിരുന്നു. ഇപ്പോൾ പറയുന്നത് അവർ പ്രസിദ്ധീകരിച്ചിട്ടില്ല, വിൽപ്പനയ്ക്കില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്ന ചോദ്യം അങ്ങനെയാണെങ്കിൽ എങ്ങനെ ഈ പുസ്തകം വിൽപ്പനയ്ക്ക് ഇതിൽ കാണിച്ചു എന്നുള്ളതാണ് അദ്ദേഹം ചോദിക്കുന്നൊരു വിഷയം. അദ്ദേഹം അതിൽ പറയുന്നത് എനിക്ക് ഇവിടെയാണ് വിശ്വാസമുള്ളത്, ആമസോണിലല്ല. അപ്പോൾ ആമസോൺ ഒരു വിശദീകരണമായിട്ട് വന്നിട്ടുണ്ട്. ആമസോണല്ല, ഈ പെൻഗ്വിൻ ഒരു വിശദീകരണമായിട്ട് വന്നിട്ടുണ്ട്. ഞങ്ങൾ ഈ പുസ്തകത്തിൻ്റെ അവകാശം ഞങ്ങൾക്കാണ്, പക്ഷേ ഞങ്ങൾ ഇതുവരെ പ്രസിദ്ധീകരിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ നേരത്തെ പ്രസിദ്ധീകരിച്ചു എന്ന് രാഹുൽ ഗാന്ധി അതിന് കാരണമായി പറയുന്നത് 2023 MM നരവനെ നടത്തിയ ഒരു ട്വീറ്റാണ്. ആ ട്വീറ്റിൽ എൻ്റെ പുസ്തകം നിങ്ങൾക്ക് ഇവിടേക്ക് ലഭ്യമാണ്, നിങ്ങളത് വായിക്കുമെന്ന് കരുതുന്നു, സന്തോഷം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ട്വീറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പ്രസിദ്ധീകരിക്കാത്ത ഒരു പുസ്തകം എങ്ങനെയാണ് ഇദ്ദേഹം എങ്ങനെയാണ് പറയുന്നത്? അപ്പോൾ അദ്ദേഹം പറയുന്നത് എനിക്ക് പെൻഗ്വിനേക്കാളും കൂടുതൽ വിശ്വാസം നരവനെയാണ്, കാരണം അദ്ദേഹം ഇന്ത്യയുടെ സൈനിക മേധാവിയായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്ന ഒരു കാര്യം. അപ്പോൾ ഇത് ആരെ വിശ്വസിക്കും എന്നുള്ളൊരു പ്രശ്നം നമുക്ക് യഥാർത്ഥത്തിലുണ്ട്. അപ്പോൾ രാഹുൽ ഗാന്ധി പറയുന്ന കാര്യം, രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ്, പക്ഷേ നരവനെ സൈനിക മേധാവി നിലയ്ക്ക് അദ്ദേഹത്തെ വിശ്വസിക്കണമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞാൽ നമുക്കെല്ലാം ഒരു സ്വീകരിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം മുമ്പും ഇതുപോലെ പൾപ്പ് ചെയ്യുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. ഉദാഹരണം നിങ്ങൾക്കറിയാലോ, പെൻഗ്വിൻ നോണിക്കറുടെ പുസ്തകം ഇതുപോലെ പ്രസിദ്ധീകരിച്ച ശേഷം അതിന് വേദനയുണ്ടായപ്പോൾ ആ പുസ്തകം പൾപ്പ് ചെയ്യാനാണ് അന്ന് പ്രസാദനിക്കോടും പെൻഗ്വിൻ തന്നെയായിരുന്നു എടുക്കുന്ന തീരുമാനം. അപ്പോൾ മുമ്പും ഈ സർക്കാരിനെ ഭയപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഈ പ്രസാദനത്തിൽ നിന്ന് പിൻവലിക്കുന്ന സമീപനം പലപ്പോഴും ഉണ്ടായിരുന്നു. കാര്യം അവരെ കച്ചവടം നടത്തിക്കൊണ്ട്. പക്ഷേ ജനറലിന് ഒരു ആർമി ജനറൽ സമയത്ത് അങ്ങനെ പ്രശ്നം ഉദിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ ജീവിതം അതിന് വേണ്ടിയിട്ടുള്ളതല്ല, അങ്ങനെ ഒരു വിവാദം ഉണ്ടാക്കാൻ വേണ്ടിയല്ല. അദ്ദേഹം ശരിയായിട്ട് കാര്യം സ്വന്തമായി പറയുകയാണ്, അതിന് ആത്മകഥയുടെ ഭാഗമായിട്ട് പറയുന്ന കാര്യമാണ്. ഇവിടെ ഒരുപക്ഷെ ഞാൻ പറയും, ഞാൻ ആമസോണിൽ നോക്കിയിരുന്നു ഈ പുസ്തക സമയത്ത്, പക്ഷേ എനിക്കത് അന്ന് കാണാൻ പറ്റില്ല. പക്ഷേ അതിന് മുമ്പ് കുറച്ച് അത് പിൻവലിക്കപ്പെട്ടതായിരിക്കാം. ഞാൻ നോക്കിയ സമയത്ത് ഈ വിവാദം ഉണ്ടായ സമയത്ത് ഈ പുസ്തകം ആമസോൺ ഓൺലൈനിൽ അവൈലബിൾ ആണെന്ന് നോക്കിയിരുന്നു. പക്ഷേ എനിക്ക് അദ്ദേഹത്തിൻ്റെ മറ്റൊരു പുസ്തകമാണ്, ഒരു നോവലാണ് കാണാൻ പറ്റിയത്. എനിക്ക് കാണാൻ പറ്റിയില്ല എന്നും ഞാനത് സുഹൃത്തുക്കളോടൊക്കെ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. പക്ഷേ മുമ്പ് നിങ്ങൾ പറഞ്ഞ 2023 എന്തായാലും ഇത് കാരവാൻ, ഞാൻ വീണ്ടും അടിവര കാരവാനിൻ്റെ ഭാഗം വന്നിട്ടുണ്ട്. ആ ഭാഗം ഇന്ന് വരെ ബഹുമാനപ്പെട്ട സൈനിക മേധാവി നരവനെ നിഷേധിച്ചിട്ടില്ല. അതവിടെ നിലനിൽക്കുന്നുണ്ട്. ആ നിലനിൽക്കുന്ന ഡാറ്റ അത് പൂർണ്ണമായ ആത്മകഥ പ്രസിദ്ധീകരിച്ചില്ലെങ്കിൽ കൂടി ആ പ്രസിദ്ധീകരിച്ച ഭാഗം ഉത്തരവാദിത്തോടെ പ്രസിദ്ധീകരിച്ചില്ല, അവിടെ നിലനിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ അത് ഇതുവരെ പിൻവലിക്കാൻ ആവശ്യം ഉണ്ടായിട്ടില്ല, അത് അവർക്ക് തിരുത്തേണ്ടി വന്നിട്ടില്ല. പിന്നെ അതിനോട് പ്രതികരിക്കേണ്ടതുണ്ടല്ലോ. അതല്ല, ഈ എക്കണോമിക് ടൈംസിൻ്റെ റിപ്പോർട്ട് ഒരു പ്രത്യേക തരത്തിലാണ് അവർ പ്രസിദ്ധീകരിക്കുന്നത്. അദ്ദേഹം അവർ പറയുന്നത് ഈ രാഹുൽ ഗാന്ധി ഇത് പറഞ്ഞതിന് ശേഷം പെട്ടെന്ന് തന്നെ പെൻഗ്വിനിൽ നിന്നും ആമസോണിൽ നിന്നും അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ടിൽ നിന്നും ഈ പുസ്തകം വാനിഷ് ചെയ്തു എന്നാണ് പറയുന്നത്. ഞാൻ വായിച്ചിരുന്നു. ഈ നമ്മൾ നോക്കുമ്പോഴേക്കും അതാണ് ഈ ആമസോൺ ഒരു സ്വാഭാവികമായിട്ടും ഈ പുസ്തകം വിവാദമാകുമ്പോഴുകൂടി പിന്നെ നമ്മളെ എല്ലാ ആൾക്കാരും വായനക്കാരും പുസ്തകം വാങ്ങാൻ നോക്കുമ്പോഴേക്കും ആമസോണിൽ പിൻവലിച്ചു. ആ സമയത്താണ് നമ്മൾ നോക്കുക, നമ്മളെ പിൻവലിക്കപ്പെട്ടത്. അപ്പോൾ ഇത് അപ്രത്യക്ഷമായിരുന്നു, ഇത് ബാഷ്പീകരിക്കപ്പെട്ടു. അതിന് മുമ്പുള്ള വസ്തുവാണ് ഭാഷ. എങ്കിലും ഇതിൻ്റെ സോഫ്റ്റ് കോപ്പി വ്യാപകമായിട്ട് പല സ്ഥലത്ത് അവൈലബിൾ ആണെന്ന് പ്രചരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിനെതിരെ കേസ് കൊടുക്കുന്നത് പറഞ്ഞത് അതിനെതിരെയാണ് ഇപ്പോൾ ഡൽഹി പോലീസ് കേസ് എടുക്കുന്നത്. അവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം, അങ്ങനെ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിന് അങ്ങനെ വ്യാപിക്കുന്നതിന് ഇപ്പോഴും അതിൻ്റെ ഉത്തരവാദിത്തോടെ അതെൻ്റെ പുസ്തകമല്ല. ഉദാഹരണത്തിന് നമ്മൾ ഇ പി ജയരാജൻ്റെ പുസ്തകം വന്ന സമയത്ത് ഇ പി ജയരാജൻ്റെ പുസ്തകം തൻ്റെ ആത്മകഥ അല്ലാതെ അദ്ദേഹം പറഞ്ഞു. അങ്ങനെ ഓൺലൈൻ ലഭിച്ചു. തൻ്റെ ഇതുവരെ ബഹുമാനയുടെ സൈനിക മേധാവി MM നരവനെ തൻ്റെ പുസ്തകമല്ല പറഞ്ഞിട്ടില്ല. അപ്പോൾ ആ നിലവിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ പ്രചരിപ്പിക്കട്ടെ എന്ന് 2-4 ദിവസം കാര്യം വ്യാപകമായിട്ട് എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുണ്ട്. ആ അവൈലബിൾ പുസ്തകം തന്നെ അല്ലാതെ പറഞ്ഞിട്ടില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം ഒരു വസ്തുപരമായിട്ട് ആ പുസ്തകം അദ്ദേഹത്തിന് തന്നെയായിരിക്കണം. അദ്ദേഹം പറഞ്ഞൊരു ഭാഗം തന്നെയാണ് കാരവാനിലും ഈ പുസ്തകം അവൈലബിൾ ആണ്.
ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം പ്രതിപക്ഷത്തോടുള്ള സമീപനമുണ്ട്. ഇങ്ങനൊരു ഗൗരവമായ വിഷയം ഉന്നയിക്കുകയാണെങ്കിൽ മറുപടി പറയാൻ സർക്കാരിന് എന്തിനാണ് ഈ മാറുന്നത്? അപ്പോൾ ഇവരുടെ ആ ഒളിച്ചുകളി തന്നെ ഇവരുടെ ഭാഗത്തു നിന്നൊരു വീഴ്ചയുണ്ടെന്ന് കാണിക്കുന്നത്. അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്ത് ആത്മവിശ്വാസം സർക്കാരിനെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് തെറ്റായ വിവരമാണ്, വ്യാജമായ വാർത്തയാണ്, അതുപോലെ പടച്ച് കെട്ടിപ്പടുത്ത വാർത്തയാണ് എന്നുണ്ടെങ്കിൽ അത് നിഷേധിക്കാനും അതിനെ തുറന്നു കാണിക്കാൻ അവസരമായിരുന്നില്ലേ? പക്ഷേ ഇവിടെ ഒഴിഞ്ഞു മാറാണ് ചെയ്യുന്നത്. ഒഴിഞ്ഞു മാറുന്നതിൻ്റെ അർത്ഥം എന്താ? സർക്കാരിനെ ഒളിച്ചു വെക്കാനുള്ള സത്യമാണ്. ആ ഒളിച്ചു വെക്കാനുള്ളതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഒഴിഞ്ഞു മാറ്റം വരുന്നത്. ആണല്ലോ ഇതിനെ അവസരം നിഷേധിക്കുന്നത്. അല്ല, ഇവിടെ വളരെ സെൻസിറ്റീവായ ഒരു വിഷയമാണ് ഇവർ എടുത്തിടുന്നത്, സർക്കാർ എടുത്തിടുന്നത്. ഈ പുസ്തകത്തിൻ്റെ ഇത് പ്രതിരോധ വകുപ്പ് പ്രസിദ്ധീകരിക്കാൻ അനുമതി കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ് പുസ്തകം പ്രസിദ്ധീകരിക്കാത്തത് എന്നാണ് അവർ പറയുന്നത്. അങ്ങനെ ഈ പുസ്തകം അങ്ങനെ പ്രസിദ്ധീകരിക്കാത്ത ഒരു പുസ്തകം പാർലമെൻറ്റിലാണെങ്കിലും എവിടെയാണെങ്കിലും പ്രചരിപ്പിക്കപ്പെടുന്നത് ദേശതാൽപര്യത്തിന് വിരുദ്ധമാണ്, രാജ്യ താൽപര്യത്തിന് വിരുദ്ധമാണെന്നാണ് അവർ പ്രചരിപ്പിക്കുന്നത്. അപ്പോൾ രാജ്യതാൽപര്യത്തിന് വിരുദ്ധമായ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും അത്തരം കാര്യങ്ങളെക്കുറിച്ച് ഇനി പുറത്ത് പറയാൻ പാടില്ല എന്നാണ്. അപ്പോഴും കാരവനിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട് കിടക്കുന്നുണ്ട്. ഇതിലേറ്റവും ക്രക്സായിട്ടുള്ള ഈ പറയുന്ന വിവാദത്തിന് കാരണമായത് 2024 വിഷയമാണ്. ഗാൽവൻ താഴ്വരയിലേക്ക് ചൈനീസ് സൈന്യം വന്നതിനെക്കുറിച്ചാണ്. അത് കാരവൻ ഓൾറെഡി പ്രസിദ്ധീകരിച്ച സംഭവമാണ്. ഇതിൻ്റെ അകത്ത് വേറൊരു കാര്യം കൂടെ. രാജ്യത്തിന് വളരെ പരമരഹസ്യങ്ങൾ അത് പക്ഷേ പ്രസിദ്ധീകരിക്കാൻ പ്രായോഗികമായി ബുദ്ധിമുട്ടുണ്ടായിരിക്കാം. പ്രതിരോധത്തിൻ്റെയും ചില അംഗീകാരമാണ്. പക്ഷേ ഇവിടെ പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ പറയുമ്പോഴും ഒരു നിഷേധം ഈ സംഭവം നടന്നൊരു സ്ഥിരീകരണമാണ് നൽകുന്നത്. അതായത് ഇത് പ്രസിദ്ധീകരിക്കാൻ പാടില്ല എന്ന് പറയുന്ന വഴി ഇങ്ങനെ പരമാധികാരത്തെ ബാധിക്കുന്ന സമയത്ത് നിരുത്തരവാദിത്തരമായി ഗവൺമെൻറ് പെരുമാറിയെന്നൊരു നിരീക്ഷണം വേറെ ഏതോ തരത്തിൽ അങ്ങനെ നടന്നു എന്ന് പറയുന്നതിന് തുല്യമാണ്. അല്ലെങ്കിൽ നിഷേധിക്കാമല്ലോ. അപ്പോൾ ഈ പുസ്തകത്തിൽ ഈ ബഹുമാനപ്പെട്ട സൈനിക മേധാവിയുടെ പുസ്തകത്തിൽ മറ്റു ഭാഗങ്ങളൊന്നും വിവാദപരമല്ല. ഈ ഒറ്റ വരിയുള്ളൂ. ഇതൊരു നീണ്ട അധ്യായമല്ല, ഒരു ചെറിയ ഭാഗം. ആ ചെറിയ ഭാഗം കൊണ്ട് ആ പുസ്തകം പ്രസിദ്ധീകരിക്കാതിരിക്കുന്ന ഈ ഭാഗം കൊണ്ടാണ് വളരെ വ്യക്തമാണ്. അപ്പോൾ ഈ ഭാഗത്തിൽ എന്തോ ശരിയുണ്ടെന്നാണ്. അങ്ങനെ ശരിയുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ആ ശരിയാണെന്ന് ആ ഭാഗം ശരിയാണെന്ന് അനുമാനിക്കുകയാണെങ്കിൽ അത് കാരണമാണ് പ്രസിദ്ധീകരിക്കാൻ പ്രസിദ്ധീകരിക്കാൻ അനുമതി കൊടുക്കാത്തെങ്കിൽ അത് ഗുരുതരമായ വിഷയമല്ലേ? മാത്രമല്ല, രാജ്നാഥ് സിംഗ്, പ്രതിരോധ മന്ത്രിയായ രാജ്നാഥ് സിംഗ് യഥാർത്ഥത്തിൽ പറയേണ്ടതെന്നാണ്, അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല, ഞാൻ പ്രതിരോധ മന്ത്രിയായിരിക്കുമ്പോൾ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്നല്ലേ. പക്ഷേ അദ്ദേഹം ഇതുവരെ അങ്ങനെ പറഞ്ഞിട്ടില്ല. അവിടെയാണ് പ്രധാനപ്പെട്ടത്. സുനിലോട് ആ ശരിയായിട്ടുള്ള അതാണ് അതിൻ്റെ അകത്ത്. അതായത് പാർലമെൻറ്റിൽ ശരിക്കും പ്രതിരോധ മന്ത്രിക്ക് പ്രതിരോധിക്കാതിരുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഗാൽവാൻ താഴ്വരയിലേക്ക് ചൈനീസ് സൈന്യം വന്ന സമയത്ത് ഇന്ത്യയുടെ സൈന്യ മേധാവി എന്നെ വിളിച്ചിട്ടില്ലെന്നും ഇനി വിളിച്ചെങ്കിൽ തന്നെ കൃത്യമായ നിർദ്ദേശങ്ങളാണ് നൽകിയിട്ടുള്ളതും അത് രാഷ്ട്രീയ തീരുമാനം പ്രധാനമന്ത്രിയോട് ആലോചിച്ച കാര്യം. ഇന്ത്യയിലെ എല്ലാ മന്ത്രിമാരും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ ആലോചിച്ച തീരുമാനം എടുക്കുന്നവർ ആവർത്തിച്ച് പറയുന്ന കാര്യമാണ്. ഏത് പറയുമ്പോഴും പ്രധാനമന്ത്രിയുമായി ആലോചിച്ചവർ തീരുമാനിച്ചത്. എപ്പോഴും പാർലമെൻറ്റ് നിങ്ങൾ നോക്കിയാൽ വേണ്ടത് ധനകാര്യമന്ത്രി ആയിക്കോട്ടെ, വിദ്യാഭ്യാസ മന്ത്രി ആയിക്കോട്ടെ, പ്രതിരോധ മന്ത്രി ആയിക്കോട്ടെ, ഏത് മന്ത്രി ആയിക്കോട്ടെ, അതിപ്പോൾ നമ്മുടെ ട്രേഡ് നോക്കുന്ന പീയൂഷ് ഗോയൽ ആയിക്കോട്ടെ, അവരൊക്കെ തന്നെ സംസാരിക്കാൻ 2-3 തവണ പ്രധാനമന്ത്രിയുടെ പേര് പറയും. പ്രധാനമന്ത്രി അനുഭവത്തോടി, പ്രധാനമന്ത്രി ആശീർവാദത്തോടി, പ്രധാനമന്ത്രി അറിഞ്ഞുകൊണ്ട് എന്ന് പറയും. അങ്ങനെ പറയാനുള്ള അവസരമായിരുന്നു. അങ്ങനെയാണെങ്കിൽ രാഷ്ട്രീയമായി പ്രധാനമന്ത്രിയുടെ തീരുമാനപ്രകാരം ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടില്ല, ഞങ്ങൾ അറിയുമാരെയും നടപടി ഇങ്ങനെ എടുക്കുമായെന്ന് പറയുന്നു. പക്ഷേ അത് നിഷേധിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ പുറത്തു വരുന്നൊരു കാര്യം, വാസ്തവത്തിൽ രാഹുൽ ഗാന്ധി ഒരു ഗൗരവമായ വിഷയമാണ് ഉയർന്നിച്ചത്. ഇനി പുസ്തകം പ്രസിദ്ധീകരിക്കാൻ അനുമതി കൊടുത്തില്ലെങ്കിലും രാഹുൽ ഗാന്ധിയെ പ്രസംഗിക്കാൻ സമ്മതിച്ചില്ലെങ്കിലും പാർലമെൻറ്റിൻ്റെ പുറത്ത് ഗൗരവമായ വിഷയമായി. ഇന്ത്യയുടെ പരമാധികാരത്തെ സംബന്ധിച്ചിടത്തോളം ചൈനീസ് അതിക്രമം ഇവിടെ ഗവൺമെൻറ് ഗൗരവമായി കണ്ടില്ല എന്നൊരു പ്രതീതി തന്നെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. അത് തീർച്ചയായും രാഹുൽ ഗാന്ധിയുടെ ഉത്തരവാദിത്തപൂർണ്ണം ചെയ്ത കാര്യം. അതിന് അദ്ദേഹം മാറുന്നില്ല. രാഹുൽ ഗാന്ധി ഇതുവരെ താൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നോ തനിക്ക് അങ്ങനെ ഒരു സംശയം പ്രകടിപ്പിച്ചില്ല. ഗവൺമെൻറ്റാണ് നിഷേധാത്മക ലൈൻ സ്വീകരിക്കുന്നത്. രാഹുൽ ഗാന്ധി അത് കൂടുതൽ ഉറപ്പിച്ചു തന്നെയാണ് പറയുന്നത്. തീർച്ചയായിട്ടും ഒരു നരവനെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, അതായത് പുസ്തകം ഇറങ്ങിയിട്ടുണ്ടെന്നും അത് നിങ്ങൾ വായിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നാണ് ഇന്നിപ്പോൾ പറഞ്ഞ കാര്യം. അപ്പോൾ അദ്ദേഹം അതിൽ നിന്നൊട്ടും പിന്നോട്ട് പോകുന്നില്ല. മറിച്ച് ഗവൺമെൻറ് ചെയ്യുന്നത് ഈ വിഷയം സംസാരിക്കാൻ അനുവദിക്കാതിരിക്കുക എന്നുള്ള. പാർലമെൻറ്റിൽ പ്രതിപക്ഷ നേതാവിനെയും മറ്റ് പ്രതിപക്ഷത്തുള്ള ആരെയും സംസാരിക്കാൻ അനുവദിക്കില്ല. അങ്ങനെ അത് അനുവദിക്കണമെന്ന് ആവശ്യപ്പെടുന്ന MP-മാരെ സസ്പെൻഡ് ചെയ്ത് പാർലമെൻറ്റിന് പുറത്തു നിർത്തുക. അതുപോലെ തന്നെ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ഡൽഹി പോലീസ് ഒരു കേസെടുത്തിരിക്കുകയാണ് ഇത് പ്രചരിപ്പിക്കുന്നതിനെതിരെ. അതായത് പുറത്തു വന്നു എന്ന് പറയുന്ന ഒരു സംഗതി, അതിൻ്റെ ഇവർ പെൻഗിൻ പറയുന്നത് പുസ്തക രൂപത്തിലോ PDF രൂപത്തിലോ ഡീറ്റെയിൽ രൂപത്തിലോ ഒന്നും തന്നെ പ്രസിദ്ധീകരിച്ചിട്ടില്ല എന്നാണ്. അങ്ങനെ പ്രസിദ്ധീകരിക്കുന്നുണ്ടെങ്കിൽ അത് നിയമവിരുദ്ധമാണ് എന്നാണ് അവർ പറയുന്നത്. പക്ഷേ എങ്ങനെ ഇത് പ്രചരിപ്പിക്കപ്പെടുന്നു എന്നുള്ളൊരു പ്രശ്നമുണ്ട്. നേരത്തെ ദാമോദർ പ്രസാദ് പറഞ്ഞ പോലെ EP ജയരാജൻ്റെ പോലുള്ള ഒരു നമുക്കറിയാലോ. അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ BBC നടത്തിയ നരേന്ദ്രമോദിയുടെ ഇൻ്റർവ്യൂ, അതൊരിക്കലും ഇന്ത്യയിൽ കാണിക്കാൻ പാടില്ല തീരുമാനമെടുത്തു. പക്ഷേ ഇൻ്റർനെറ്റിൽ പലപ്പോഴും അവൈലബിൾ ആണ്. അപ്പോൾ ഇൻ്റർനെറ്റ് സാങ്കേതികവിദ്യയിലൂടെ ഇത് എങ്ങനെ പ്രചരിപ്പിക്കും, ഇതിൻ്റെ വൈറലാവുന്നതിനെക്കുറിച്ചൊന്നും ഗവൺമെൻറ് ആ നിയന്ത്രണം കൊണ്ടുവരാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാര്യം ഒരു വൺസ് ഇതിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ പല രൂപത്തിൽ പല രീതിയിലും സ്റ്റോർ ചെയ്യപ്പെടുകയും അത് പലതിലും അതൊന്നും എളുപ്പമുള്ള കാര്യമല്ല.
ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ആ ചർച്ച എന്നുള്ളൊരു ഫേക്ക് ചർച്ച എൻ്റെ അഭിപ്രായം. അതായത് തെറ്റായ സ്ഥലത്തേക്ക് ചർച്ച കൊണ്ടുപോകും. അതായത് അതും തന്നെ ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം സംബന്ധിച്ച് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ഗൗരവമായ പ്രശ്നം എന്ന് പറയുന്നത് സർജിക്കൽ സ്ട്രൈക്കൊക്കെ നടത്തിയതിന് ശേഷം നമ്മൾ എപ്പോഴും ഉയർത്തിപ്പിടിക്കാറില്ല ഇന്ത്യയുടെ പരമാധികാരം. ആ പരമാധികാരത്തിന് എന്ത് സംഭവിച്ചു? ഈ ഗാൽവാനിൽ ഇന്ത്യയുടെ പരമാധികാരത്തെ സംബന്ധിച്ചിടത്തോളം ഒരു തീരുമാനം എന്തുകൊണ്ട് സർക്കാർ എടുത്തില്ല എന്ന ചോദ്യത്തിന് മറുപടി പറയാൻ ബാധ്യത. അവർക്ക് നിഷേധിക്കുക സംഭവം ഇല്ല, നിഷേധിക്കാം. അതിന് ഇതുവരെ ഒരു കൃത്യമായി മറുപടി പറയാൻ പറ്റില്ലാണ് എൻ്റെ ഗൗരവമായ വിഷയം. അതുകൊണ്ട് ഈ വിഷയം ഡിഫ്ലക്റ്റ് ചെയ്തുകൊണ്ട് പുസ്തകം എങ്ങനെ പ്രസിദ്ധീകരിച്ചു, ഡൽഹി പോലീസ് കേസെടുക്കുന്നു, ഇൻ്റർനെറ്റിലൂടെ എങ്ങനെ പ്രചരിപ്പിച്ചു എന്നൊക്കെ നിങ്ങൾക്ക് പറയാം. പക്ഷേ പറയുമ്പോഴും ആ ചോദ്യം ഉയർന്നു കേൾക്കും. ആ ചോദ്യം രാഹുൽ ഗാന്ധി ഉന്നയിച്ച ചോദ്യം ഇന്ത്യയുടെ പരമാധികാരം സംബന്ധിച്ചിടത്തോളം ഗാൽവാൻ താരവേളയ്ക്ക് ചൈനീസ് സൈനിക സമയത്ത് എന്തുകൊണ്ട് പ്രതിരോധ മന്ത്രി നിങ്ങൾക്ക് ഉചിതമായി അതൊരു ഉത്തരവാദിത്തരഹിതമായ അഭിപ്രായമായിട്ടാണ് നമുക്ക് എല്ലാവർക്കും ഫീൽ ചെയ്യുക. കാരണം നിങ്ങൾക്ക് ഒരു വളരെ ഗൗരവമായ വിഷയത്തോട് ആർമി ജനറൽ വിളിച്ചു ചോദിക്കണം. അവർ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഉചിതമായി എന്താണ് തോന്നുന്നത് ചെയ്യാന്ന് പറയുന്നത് അതൊരു തീരുമാനമല്ലല്ലോ. അപ്പോൾ രാഷ്ട്രീയം എന്തിനാണ്? അപ്പോൾ അത് അങ്ങനെ സംഭവിച്ചു ഇല്ല എന്നുള്ളൊരു കൃത്യത ഇനിയും വ്യക്തമാക്കേണ്ട. അതാണ് അതിൻ്റെ അകത്ത് കോർ ഇഷ്യൂ. ആ കോർ ഇഷ്യൂ വ്യക്തമാക്കപ്പെടത്തോളം കാലം ഈ വിഷയം ഡിഫ്ലക്റ്റ് ചെയ്യാനും ഇവർക്ക് പറ്റും. പക്ഷേ ആ ചോദ്യം അവിടെ നിൽക്കും. യഥാർത്ഥത്തിൽ രാജ്യ താല്പര്യം എന്നുള്ളത് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചോ ആ പുസ്തകത്തെക്കുറിച്ച് പാർലമെൻറ്റിലോ പുറത്തോ സംസാരിക്കുന്നു എന്നുള്ളതല്ല. മറിച്ച് അന്ന് 2020 ഈ സംഭവം നടക്കുന്ന സമയത്ത് ഉത്തരവാദിത്വപൂർവ്വം ഒരു ഗവൺമെൻറ് പ്രതിരോധ മന്ത്രി പ്രധാനമന്ത്രി പെരുമാറിയോ എന്നുള്ളതാണ്. അതാണ് തീർച്ചയായും 2020 ഈ സംഭവം നടക്കുന്ന സമയത്ത് ചൈനീസ് സൈന്യം വന്ന സമയത്ത് എന്ത് തീരുമാനം ഇവർ ഇതിനു വേണ്ടി രാജ്യത്തെ താല്പര്യം മുൻനിർത്തിയെടുത്തു. ഇതായിരിക്കും രാജ്യത്തെ ജനങ്ങൾ ഉറ്റുനോക്കുന്ന കാര്യം, അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യം. ഇതുവഴി പുസ്തകം പ്രസിദ്ധീകരിക്കാതിന് അവസരം കൊടുക്കാൻ എന്തോ മറച്ചു വെക്കാനുണ്ടെന്നുള്ള തോന്നലാണ് ഉണ്ടാക്കുക. സത്യസന്ധമായി പറയാൻ എല്ലാവരും മനസ്സിലാവും തന്നെയാണ് ഉണ്ടാക്കുക. മറിച്ച് നമുക്കറിയേണ്ടത് ഇന്ത്യ ഭരിക്കുന്ന സർക്കാർ എന്ത് തീരുമാനമെടുത്തു, ആ സമയത്ത് ഇങ്ങനെ സംഭവം നടന്നോ, എന്തായിരുന്നു നിങ്ങളുടെ പ്രതികരണം, എന്ത് നടപടികളിലേക്കാണ് കടന്നത് തുടങ്ങിയ കാര്യം വിശദീകരിക്കാം. മാത്രമല്ല അന്ന് സൈനിക മേധാവി ഇതുവരെ ഈ താൻ കാരവാനിൽ വന്ന എക്സെപ്റ്റ്സ് ആണെങ്കിലും ഈ പുസ്തകത്തിലെ ഭാഗം ഇതുവരെ നിഷേധിച്ചില്ല. ചർച്ച നടന്നു 2 ആഴ്ച കഴിഞ്ഞു, 2 ആഴ്ച ആവറായി. അപ്പോഴും അദ്ദേഹത്തെ പോലെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി നിഷേധിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ അടുത്തൊരു വസ്തുതാപരമായിട്ട് അവിടെ നിൽക്കുന്നൊരു യാഥാർത്ഥ്യം ഇങ്ങനെ പറഞ്ഞു എന്നുള്ളത് തന്നെയാണ്. അതായത് ഈ സൈനിക മേധാവി ചോദിക്കുമ്പോൾ ഇങ്ങനെ പ്രതിരോധ മന്ത്രി ഇതിൽ പറഞ്ഞ പ്രകാരം ഉചിതമായി എന്താണ് നിങ്ങൾക്ക് തോന്നി ചെയ്യുന്നതെന്ന് പറഞ്ഞത് ആ കാര്യത്തെക്കുറിച്ച് വിശദീകരണമാണ് സർക്കാർ തരാൻ ബാധ്യത. അത് പ്രതിരോധ മന്ത്രി ജനങ്ങൾക്ക് തരേണ്ട ബാധ്യത. കാര്യം ജനങ്ങളുടെ വിശ്വാസം നിലനിർത്തുക എന്ന് പറഞ്ഞാൽ രാജ്യ താല്പര്യം അതല്ല തന്നെയല്ലേ. രാജ്യ താല്പര്യം പ്രധാനപ്പെട്ട ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ദോക്ലാമിനും ഇതുപോലെ അരുണാചൽ പ്രദേശിൻ്റെ പരിസരത്തും ചൈനീസ് വന്ന സമയത്തും സൈന്യം പലതവണ അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ വികസനത്തും രാഹുൽ ഗാന്ധി പ്രശ്നം ഉന്നയിക്കുന്നുണ്ട്. ആ സമയത്തും വേണ്ട പോലെ മറുപടി കിട്ടില്ല. കൃത്യമായ അന്ന് തന്നിട്ടില്ല കൃത്യമായ മറുപടി. അവിടെ അങ്ങനെ ഉണ്ടെന്നുള്ള രാഹുൽ ഗാന്ധി ഉയർന്ന ഇതാക്കുന്ന സമയത്തും. പക്ഷേ ഇവർ ഉന്നയിക്കുന്ന കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സർജിക്കൽ സ്ട്രൈക്ക് തുടങ്ങി ഇന്ത്യനെ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം അത് പ്രചരിപ്പിക്കാൻ വേണ്ടി ഇന്ത്യൻ പാർലമെൻറ്റ് അംഗങ്ങളെ പുറത്തേക്ക് വിടുന്നുള്ള പക്ഷേ ഗൗരവമായ വിഷയം അവിടെ നിൽക്കുകയാണ്. ഇത് പാകിസ്ഥാൻ പോലെ തന്നെ ഗൗരവമായ വിഷയം തന്നെയാണ് ചൈനീസുമായി ബന്ധപ്പെട്ടുള്ള ഇന്ത്യയുടെ അതിർത്തി പ്രദേശവുമായി ബന്ധപ്പെട്ട നടക്കുന്ന കാര്യമാണ്. പിന്നെ വലിയ സൈനിക ശക്തിയാണ്, ഏഷ്യയിലെ ഏറ്റവും വലിയ ശക്തിയാണ്, സാമ്പത്തിക ശക്തിയാണ് ഇന്ത്യ മത്സരിക്കുന്നത്. അപ്പോൾ ഇന്ത്യക്ക് പാകിസ്ഥാൻ മത്സരമില്ലല്ലോ. ഇന്ത്യ മത്സരിക്കുന്നത് ചൈനയോടാണല്ലോ. ഇപ്പോൾ നമ്മൾ നടത്തുന്ന എല്ലാ കരാറുകളും ചൈനയുടെ മത്സരത്തിനും അടിസ്ഥാനത്തിൽ. അപ്പോൾ ചൈന പോലൊരു രാജ്യത്തെ ഇന്ത്യയുടെ യുദ്ധം നടത്തി ഇന്ത്യക്ക് പ്രതിസന്ധിയിൽപ്പെടുത്തിയതും ചൈന തന്നെയാണ്. ചൈന അതിനെക്കുറിച്ച് ഇപ്പോഴും BJPയും സംഘപരിവാർ ആവർത്തിച്ച് നെഹ്റുവിനെ കുറ്റപ്പെടുത്തുന്ന കാര്യം കൂടി നമുക്ക് ആലോചിക്കണം. ചൈനയെ ബന്ധപ്പെട്ട യുദ്ധത്തെക്കുറിച്ചുള്ള ആവർത്തിച്ച ഓർമ്മകൾ ഇപ്പോഴും പങ്കുവയ്ക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അതിപ്പോഴൊരു പറയുന്ന 62-ൽ ഇന്ത്യക്ക് പറ്റിയ പതർച്ചയെക്കുറിച്ച് നെഹ്റുവിൻ്റെ തന്നെ വലിയ ഒരു തരത്തിലും ഒരു മാനസികമായ ക്ഷീണത്തിലേക്ക് നയിച്ചൊരു കാര്യമാണ്. അത് ഓർപ്പിക്കുന്ന കാര്യമാണ്. എന്നിട്ടും ഈ യാത്ര നിലനിൽക്കെ തന്നെ എന്തുകൊണ്ട് ഇതിനോട് പ്രതികരിക്കുന്നില്ല എന്നുള്ളത് രാജ്യം ഉറ്റുനോക്കുന്ന കാര്യം, രാജ്യ ജനങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യം. കാരണം രാജ്യ താല്പര്യമാണല്ലോ, രാജ്യത്തുത്തമായ താല്പര്യം രാജ്യത്തിലെ പൗരന്മാർക്കുള്ളത്. ആ രാജ്യത്തിലെ എല്ലാം ഉത്തമമായ ആ താല്പര്യം അനുസരിച്ച് നമ്മൾ ചോദിക്കുന്ന ചോദ്യമാണ്. ഓരോ പൗരന്മാരെ അറിയാൻ ആഗ്രഹിക്കുന്ന ചോദ്യമാണ് അവരെ അതിർത്തികൾ സംരക്ഷിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളത്. കാര്യം നമ്മുടെ പട്ടാളക്കാരാണല്ലോ അവിടെ അതിർത്തി സംരക്ഷിക്കാൻ പോകുന്നത്. നമ്മുടെ നാട്ടിൽ നിന്നുള്ള നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള അനേകം പട്ടാളക്കാരാണ് അതിർത്തി സംരക്ഷിക്കുന്നത്. അവരുടെ സുരക്ഷിതത്വം ബന്ധപ്പെട്ട ഗൗരവമായ പ്രശ്നം അതിൻ്റെ അകത്തുണ്ട്. അതുകൊണ്ട് മറുപടി പറയാൻ സർക്കാർ എന്ത് തന്നെയാലും അതിൻ്റെ അകത്ത് ധാർമ്മികവും രാഷ്ട്രീയമായ ബാധ്യതയുണ്ട്. രാഹുൽ ഗാന്ധി വളരെ ഉത്തരവാദിത്വപൂർവ്വമാണ് പാർലമെൻറ്റിൽ പെരുമാറുന്നതെന്ന് തോന്നുന്നു ഈ വിഷയത്തിൽ. കാരണം രാജ്യ താല്പര്യം സംരക്ഷിച്ചോ എന്നുള്ള കാര്യമാണ് അദ്ദേഹം അവിടെ ഉന്നയിക്കുന്നത്. മറിച്ച് അതിന് കൃത്യമായ മറുപടി അന്ന് എന്താണോ ചെയ്തത്, അന്ന് നരവനയുടെ പുസ്തകത്തിൽ ആരോപിക്കുന്നു എന്ന് പറയുന്ന പോലെ അന്ന് ഉത്തരവാദിത്വപൂർവ്വം ഗവൺമെൻറ് പെരുമാറിയില്ല എന്നാണ് അതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം. ഇപ്പോഴും ഇതിന് കൃത്യമായ മറുപടി നൽകാതിരിക്കുന്നതിലൂടെ ഇപ്പോഴും ഗവൺമെൻറ് നിരുത്തരവാദപരമായി പെരുമാറുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതെ, രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നിലയ്ക്ക് രാഹുൽ ഗാന്ധി ഉത്തരവാദിത്തമാണല്ലോ. ഇങ്ങനെ ഒരു ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിട്ട് ഗവൺമെൻറ്റിലെ ഇന്ത്യയുടെ പ്രതിരോധം സംബന്ധിച്ചൊരു വാർത്ത വരുമ്പോൾ
അത് കണ്ടില്ല എന്നാണെങ്കിൽ ഒരിക്കലും പ്രതിപക്ഷ നേതാവിന് സാധിക്കില്ല. ഒരു പ്രതിപക്ഷം സാധിക്കില്ല. പ്രതിപക്ഷം അവരുടെ രാഷ്ട്രീയ, അതായത് പ്രതിപക്ഷം ഉയർത്തിയില്ലെങ്കിൽ അത് ഇന്ത്യ എന്താ പറയുക, പാർലമെൻറ്റിൻ്റെ പുറത്ത് മറ്റാരും ഉയർത്തുമായിരുന്നു. അത് പ്രതിപക്ഷം തന്നെ ക്ഷീണമാണ്. പ്രതിപക്ഷം ചെയ്യേണ്ട ഉത്തരവാദിത്തം തന്നെയാണ് അത് ആ പ്രശ്നം ഉയർത്താന്നുള്ളത്. കാര്യം രാജ്യ താല്പര്യത്തെ സംബന്ധിച്ചുള്ള ഗൗരവമായ വിഷയമാണ്. അതിന് മറുപടി പറയുകയോ അതിന് നിഷേധിക്കുകയോ അതിന് മറുപടി പറയുകയോ അല്ലെങ്കിൽ അതിന് കൃത്യത വരുത്തുകയോ ചെയ്യുന്ന സർക്കാരിന് ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം സർക്കാരിന് വീഴ്ച വന്നിരിക്കും നമ്മൾ മനസ്സിലാക്കുക. കാര്യം സർക്കാർ അതല്ല വഴി മാറ്റിക്കൊണ്ട് പുസ്തകത്തിൻ്റെ പ്രസാരണത്തെക്കുറിച്ചും ഡൽഹി പോലീസിനോട് കേസെടുപ്പിക്കുന്ന നടപടികളിലേക്കാണ് കിടക്കുന്നത്. ആര് പ്രസിദ്ധീകരിച്ചു, പെൻഗിൻ പ്രസിദ്ധീകരിച്ചു തുടങ്ങിയ പ്രസക്തമല്ലാത്ത ചർച്ചകളിലേക്കാണ് പോകുന്നത്. മറിച്ച് ഈ രാഹുൽ ഗാന്ധി ഉന്നയിച്ച മറുപടി അവിടെ നിൽക്കുകയാണ്. അതിന് വ്യക്തത വരെ കിട്ടിയിട്ടില്ല. അതാണ് രാജ്യത്തിന് രാജ്യത്തെ ജനങ്ങൾക്ക് അറിയാനുള്ള താല്പര്യം എന്താണ്, ആ വിഷയമാണ്. എന്ത് അന്ന് സംഭവിച്ചു, അന്ന് ചൈന വന്ന സമയത്ത് എന്ത് സംഭവിച്ചു, ഈ പറഞ്ഞ പോലെ തന്നെയാണോ എന്നുള്ള സർക്കാരിനെക്കുറിച്ച് സർക്കാർ നൽകുന്ന ആത്മവിശ്വാസമാണല്ലോ ജനങ്ങളുടെ ആത്മവിശ്വാസം എന്ന് പറയുന്നത്. ആ നിലയ്ക്ക് അതിർത്തി സംബന്ധിച്ചു ഗവൺമെൻറ് പല കാര്യങ്ങളും പുറത്ത് പറയാൻ പാടില്ല എന്നുള്ള നിലപാടാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത്. ഇപ്പോൾ PM കെയർ ഫണ്ടിനെ കുറിച്ച് നിങ്ങൾ പാർലമെൻറ്റിൽ ചോദിക്കരുത്, അത്തരം ഫണ്ടുകളെക്കുറിച്ച് അത്തരം ചോദ്യങ്ങൾ അനുവദിക്കാൻ പാടില്ല എന്ന നിലയ്ക്കാണ് ഇപ്പം ലോക്സഭാ സെക്രട്ടറിക്ക് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ രാജ്യത്ത് ജനങ്ങൾ അറിയേണ്ട വിഷയങ്ങളല്ലേ ഇതൊക്കെ, എന്താണ് സംഭവിച്ചത്. അപ്പോൾ ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നതിൽ നിന്ന് പ്രതിപക്ഷത്തെ വിലക്കുന്നതിലൂടെ എന്താണ് സംഭവിക്കുന്നത്, ജനങ്ങൾക്ക് അറിയാനുള്ള അവകാശം തന്നെ നഷ്ടപ്പെടുന്നത്. ജനങ്ങൾക്ക് അറിയാനുള്ള അവകാശം, റൈറ്റ് ഇൻഫർമേഷൻ ഡൈല്യൂട്ട് ചെയ്യാനുള്ള ശ്രമം നടക്കുന്നു. അത് ഒരു ഭാഗത്ത് നടക്കുന്നു. അതായത് ജനങ്ങൾക്ക് ജനാധിപത്യപര അർഹതപ്പെട്ട വിവരങ്ങളുണ്ട്. ജനാധിപത്യം അറിയാൻ രാജ്യത്തിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട്, രാജ്യത്തിൻ്റെ സാമ്പത്തിക ക്രമമായി ബന്ധപ്പെട്ട് ഇതൊക്കെ അറിയാൻ ബാധ്യത ജനങ്ങൾക്കുണ്ട്. കാര്യം നമ്മൾ ജീവിക്കുന്ന ഏകാധിപത്യ പട്ടാള ഭരണത്തിലല്ല, നമ്മൾ ജീവിക്കുന്ന ജനാധിപത്യത്തിലാണ്. ജനാധിപത്യത്തിൻ്റെ മൗലികാവകാശത്തിൻ്റെ ഭാഗമാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ. ആ വിവരാവകാശത്തിൻ്റെ അടിസ്ഥാനം നമ്മൾ അന്വേഷിക്കുന്നതാണ്. ജനങ്ങളെ ശാക്തീകരിക്കുന്ന നിയമമാണ്. അപ്പോൾ ജനങ്ങളെ ശാക്തീകരിക്കുന്ന നിയമം ജനങ്ങളെ പിന്നോട്ടടിക്കുക. അതുപോലെ PM കെയർ എന്ന് പറഞ്ഞാൽ ബഹുജനങ്ങളിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ഫണ്ടാണ്. അത് ജനങ്ങളറിയാവുന്നതുകൊണ്ട് ബാധ്യതയില്ല. ജനങ്ങൾക്ക് അറിയേണ്ട അതിൻ്റെ അകത്ത് എങ്ങനെ വിനിയോഗിക്കപ്പെട്ടു, ഏതൊക്കെ രീതിയിൽ. നമ്മുടെ കേരളത്തിലെ ചീഫ് മിനിസ്റ്റർ ഡിസാസ്റ്റർ റിലീഫ് ഫണ്ടിൻ്റെ വിനിയോഗത്തെക്കുറിച്ച് കേരളത്തിൽ വലിയ പ്രധാനപ്പെട്ട കേസ് നടന്നതാണ് ഉള്ളത്. നമുക്കത് അറിയാൻ പായതിൻ്റെ കാര്യം അതിലേക്ക് പോകുന്ന ഫണ്ട്, ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഫണ്ട് എങ്ങനെ വിനിയോഗിക്കപ്പെട്ടു, ഏതാവശ്യം. കാര്യം ആവശ്യത്തിന് വിനിയോഗിക്കപ്പെടാൻ പറ്റുള്ളൂ. അത് സ്വകാര്യ ആവശ്യങ്ങൾക്കോ രാഷ്ട്രീയ പാർട്ടികളുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടുള്ളതല്ല. പൊതു താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ മാത്രം പാടുള്ള ഈ ഫണ്ട് അത് കൃത്യമായി വ്യക്തമാക്കാൻ സർക്കാരിന് ബാധ്യതയുണ്ട്. അത് എന്തുകൊണ്ട് അറിയാൻ പാടില്ല, അതിനെക്കുറിച്ച് ചോദ്യങ്ങൾ പോലും ചോദിക്കാൻ പാടില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം ദുരൂഹതയാണ് സൃഷ്ടിക്കുന്നത്. അപ്പോൾ വീണ്ടും സർക്കാർ പ്രതിരോധത്തിലാവുകയാണ്. ഒരു തരത്തിൽ സർക്കാർ ഈ പണം PM കെയർ ഫണ്ടിലും, അതായത് പൊതുജനങ്ങളിൽ കളക്ട് ചെയ്യുന്ന ഫണ്ടിൽ തെറ്റായി വിനിയോഗിച്ചതും ധ്വനിയല്ലേ ഉണ്ടാക്കുന്നത്. കൃത്യമായി അത് സർക്കാർ പൊതു താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് വിനിയോഗിച്ചിരുന്നത്. കൃത്യമായ കണക്ക് കൊടുക്കാണ് ആർജവം സർക്കാർ കാണിക്കുവാനല്ലോ. മറിച്ച് എന്ത് ദുരൂഹതയാണ് പ്രതിയിൽ സൃഷ്ടിക്കുന്നത്. അങ്ങനെയാണല്ലോ പൊതുവിൽ സൃഷ്ടിക്കുക. കാര്യം നിങ്ങൾക്കൊരു ചോദ്യം ചോദിക്കാൻ പാടില്ല എന്ന സമയത്ത് അതിനകത്ത് എന്തോ ദുരൂഹത ഉണ്ടെന്നുള്ള പൊതുവിൽ വരിക. ജനാധിപത്യം സംബന്ധിച്ചിടത്തോളം ഒരു സാധാരണ പൗരനേക്കാൾ ഉപരിയായി കുറച്ചുകൂടെ അധികാരമുള്ള ഒരാളാണ് ഒരു പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ പാർലമെൻറ്റിലുള്ള അംഗങ്ങൾ എന്ന്. തീർച്ചയായിട്ടും നമ്മുടെ പല ചോദ്യങ്ങളും ചോദിക്കുന്നത് അവരാണ്. നമ്മുടെ ചില സംശയങ്ങൾ, നമ്മൾ അറിയേണ്ട ചില കാര്യങ്ങളൊക്കെ അവരിലൂടെയാണ് നമ്മൾ ഗവൺമെൻറ്റിനോട് ചോദിക്കുന്നത്. അപ്പോൾ അത് വിലക്കപ്പെടുന്നതിലൂടെ യഥാർത്ഥത്തിൽ നമ്മുടെ ചോദ്യങ്ങളെ തന്നെയാണ് വിലക്കുന്നത്. അതുകൊണ്ടാണല്ലോ രാഹുൽ ഗാന്ധി അവകാശ ലംഘനത്തിന് നോട്ടീസ് കൊടുക്കുന്നത്. കാര്യം പാർലമെൻ്ററി പ്രതിനിധികളുടെ, നമ്മുടെ ജനപ്രതിനിധികളുടെ ചില അവകാശങ്ങളുണ്ട് കാര്യങ്ങൾ അറിയാൻ. അതാണ് നിയമസഭയിലാണ് പാർലമെൻറ്റിൽ അവർ ഉന്നയിക്കുന്നത്. ആ അവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ചോദ്യങ്ങൾ ചോദിക്കുന്നു, അറിയുന്നു. അത് നമ്മൾക്ക് വേണ്ടി ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഇന്ത്യയിലെ പൗരന്മാർക്ക് വേണ്ടി, ഇന്ത്യ ജനങ്ങൾക്ക് വേണ്ടി അവരുടെ പ്രതിനിധികൾ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അവരറിയാൻ പാടില്ല. കാര്യം അവർക്ക് ആ പാർലമെൻറ്റ് പ്രത്യേകമായ രീതിയിൽ ഒരു അധികാരമുള്ളതുകൊണ്ടാണ് ചോദ്യങ്ങൾ അവിടെ ചോദിക്കുന്നു, മറുപടി തേടുന്നു. അവിടെ നിഷേധിക്കുകയാണെങ്കിൽ അർത്ഥം എന്താ? അവിടെ നിഷേധിക്കുമ്പോൾ സംഭവിക്കുന്നത് ഈ ഉത്തരങ്ങൾ തരാൻ ബാധ്യതയില്ല എന്ന് പറയുമ്പോൾ, ഈ ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ല പറയുമ്പോൾ എന്തോ മറച്ചു വെക്കാനുണ്ടെന്നുള്ള പ്രതീതി തന്നെയാണ് സൃഷ്ടിക്കുന്നത്. ആ ദുരൂഹത തന്നെയാണ് സൃഷ്ടിക്കുന്നത്. അപ്പോൾ ചൈനീസ് ഗാൽവാനിലെ താഴ്വരയിൽ ചൈനീസ് കടന്നുകയറ്റാണെങ്കിൽ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും, അതുപോലെ തന്നെ PM കെയർ ഫണ്ടാണെങ്കിലും എന്തോ മറച്ചു വെക്കാനുള്ള പ്രതീതി തന്നെയാണ് സൃഷ്ടിക്കുന്നത്. മറിച്ച് ഇത് സുതാര്യമാണെങ്കിൽ സുതാര്യമായി സർക്കാരിന് അത് പറയാലോ. മറിച്ച് പ്രതിപക്ഷത്തെ അടിച്ചിരുത്താനുള്ള ഏറ്റവും നല്ല അവസരമാണ്. പ്രതിപക്ഷം വ്യാജവാർത്ത സൃഷ്ടിക്കുകയാണെന്നും രാജ്യദ്രോഹപരമായ കാര്യങ്ങൾ പറയുന്നവർക്ക് ആവർത്തിക്കുന്ന അവസരമാണ്. മറിച്ച് ഇത് ആരാണ് സത്യത്തിൽ പ്രതിരോധത്തിലായതാണ്. പ്രതിരോധത്തിൽ നമ്മളിതൊക്കെ പറയുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച, പ്രതിപക്ഷം ഒരു വിജയം നേടിയിരിക്കുന്നു. പ്രതിപക്ഷത്തിന് ധാർമ്മികമായ വിജയം പ്രതിപക്ഷം നേടിയിരിക്കുന്നു. രാഹുൽ ഗാന്ധി ഒരു ധാർമ്മികമായ വിജയം നേടിയിരിക്കുന്നു. സർക്കാർ പ്രതിരോധത്തിലാണ്. ആ പ്രതിരോധത്തിലായതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് പിന്തുണയ്ക്കേണ്ടി വരും, പലതരം നടപടികളെടുക്കും. പക്ഷേ എന്നാലും പൊതുജനങ്ങളുടെ മനസ്സിൽ, ഇന്ത്യയിലെ ജനങ്ങളുടെ മനസ്സിൽ സർക്കാർ പ്രതിരോധത്തിലാണ്. അവർക്ക് മറുപടി പറയാനില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവകാശം ജനങ്ങൾക്കുണ്ട്, പാർലമെൻറ്റ് അംഗങ്ങൾക്കുണ്ട്. അത് വിലക്കപ്പെടുന്നു എന്നുള്ളതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് യഥാർത്ഥത്തിൽ ഒരു ജനാധിപത്യ ധ്വംസനമായി തന്നെ നമുക്ക് വിലയിരുത്തേണ്ടി വരും.
തീർച്ചയായും. പക്ഷേ ഒരു കാര്യം നമ്മൾ നോക്കുന്നത് മനസ്സിലാക്കും, ജനാധിപത്യത്തോടും ജനാധിപത്യ അവകാശങ്ങളോടും പൗരാവകാശങ്ങളോടും പൗരന്മാർക്ക് അറിയാനുള്ള അവകാശത്തോടും ഒക്കെ വലിയ പ്രതിപത്തി പുറത്തുന്ന സർക്കാരല്ല കഴിഞ്ഞ കുറച്ചു കാലം നമ്മൾ കാണുന്ന കാര്യം. അതിൻ്റെ പല സമീപനങ്ങളുടെ ഒരു തുടർച്ച ഇതിലും കാണാൻ പറ്റും. ഇതൊക്കെ തന്നെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഗുണകരമായിട്ടൊരു പ്രതിച്ഛായ നൽകുന്നില്ല, മറിച്ച് ഒരു ഏകാധിപത്യ സ്വഭാവത്തിലാണ് പ്രവർത്തിക്കുന്നത് തോന്നലാണ് സൃഷ്ടിക്കുന്നത്. കാരണം ജനാധിപത്യത്തോട് പ്രതിജ്ഞാബദ്ധമായ സർക്കാരാണെങ്കിൽ ജനങ്ങൾ അറിയേണ്ടതായ, ജനങ്ങൾക്ക് അറിയാൻ അവകാശപ്പെട്ട കാര്യങ്ങൾ അറിയിക്കാൻ കൂടുതൽ ധാർമ്മിക ഉത്തരവാദിത്തം കാണിക്കുകയാണ്. പ്രതിപക്ഷത്തെക്കാൾ ധാർമ്മിക ഉത്തരവാദിത്തം ഭരണത്തിനാണ്. അതുവഴി അവരെന്ത് ചെയ്യുന്നു, അവരവരുടെ ധാർമ്മിക ശക്തി ഉയർത്തിപ്പിടിക്കുന്നത്. മറിച്ച് ഇവിടെ സംഭവിക്കുന്നതാണ്, സർക്കാർ ആ ധാർമ്മിക ശക്തി ഇല്ല എന്നുള്ളത് തോന്നിപ്പിക്കുന്ന പ്രതീതിയാണ് ഇവിടെ സൃഷ്ടിക്കുന്നത്, ഓരോ തവണയും സൃഷ്ടിക്കുന്നത്. കാര്യം ഇത് നമ്മളെല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്നത്. ഇന്ത്യയിൽ ഓരോ പൗരനും രാജ്യതാൽപര്യാർത്ഥം ഗാൽവാൻ വഴി നാരവനെ പറഞ്ഞ് ശരിയാണോ തെറ്റാണോ എന്നറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് കൃത്യത വരുത്താൻ അവർക്ക് ബാധ്യതയുണ്ട്. ആ ബാധ്യത നിറവേറ്റിയില്ലെങ്കിൽ അത് പിന്നോട്ട് പോക്ക് തന്നെയായിരിക്കും. തീർച്ചയായിട്ടും നമുക്ക് ഇത് അവസാനിപ്പിക്കാനുള്ള സമയമായി. നമുക്ക് രണ്ട് കാര്യങ്ങൾ പറയേണ്ടി വരും. ഒന്ന്, എം നരവനെ എഴുതിയിരിക്കുന്ന പുസ്തകത്തിൻ്റെ ഉള്ളടക്കം എന്താണെന്ന് അറിയാൻ ജനങ്ങൾക്ക് അവകാശമുണ്ട്. വളരെ ഗൗരവമുള്ള വിഷയങ്ങൾ ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. രണ്ട്, ഇതിനെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവകാശം പാർലമെൻറ്റ് അംഗങ്ങൾക്കുമുണ്ട്, ജനങ്ങൾക്കുമുണ്ട്. അപ്പോൾ ഇത് നിഷേധിക്കുക എന്നതിലൂടെ യഥാർത്ഥത്തിൽ ജനാധിപത്യത്തിലുള്ള അവകാശത്തെ തന്നെയാണ് നമ്മൾ നിഷേധിക്കുന്നത്. അപ്പോൾ അത് ഇത്തരം വിഷയങ്ങളിൽ മറുപടി പറയാൻ ഗവൺമെൻറ് ബാധ്യസ്ഥമാണ്. അതിൽ ഉത്തരവാദിത്തപൂർവ്വം പെരുമാറണമെന്നാണ് നമുക്ക് പറയാൻ കഴിയുന്ന കാര്യം. നന്ദി.